ഇതാണ് സൂപ്പർ ഹെൽത്തി ഒരുപാട് ഫൈബർ അടങ്ങിയിട്ടുള്ള വാഴക്കൂമ്പ് തോരൻ. ഇന്ന് നമുക്ക് നല്ല വലിയൊരു വാഴക്കൂമ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത് എന്താന്ന് വെച്ചാൽ നമുക്ക് കൊല വിരിഞ്ഞില്ല, അതിന് മുന്നേ വാഴ ഒടിഞ്ഞു വീണു. അപ്പൊ നമുക്ക് ഇതിന്റെ കായൊന്നും ഒന്നും വിരിഞ്ഞിട്ടില്ല, കണ്ടോ? അതേ ഈ ഒരു പരിവായിട്ടുള്ളൂ. ഇത് നമുക്കൊന്ന് വൃത്തിയാക്കി എടുത്തിട്ട് നമുക്ക് നല്ല അടിപൊളി ഒരു തോരൻ ഉണ്ടാക്കാം. അതായത് നമ്മളിത് ഇതൊക്കെ അതെ എത്രയും കളഞ്ഞെടുക്കണം കേട്ടോ. ഉണ്ടോ? അപ്പൊ നമുക്കിതൊന്നും ഇങ്ങനെ കൊത്തി അരിഞ്ഞിട്ട് നല്ല ചെറുതാക്കി അരിഞ്ഞെടുക്കാം കേട്ടോ. നമ്മളിതേ പാത്രത്തിൽ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഇത്തിരി മഞ്ഞപ്പൊടി നല്ലോണം ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിന്റെ കറയൊന്നും പോവാൻ വേണ്ടിയിട്ടാ. ഇത് 3-4 ഇറുക്കിൽ എടുത്തിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. അതിന്റെ നാര് നമ്മൾ നന്നായിട്ട് കളയണം. അപ്പൊ ഇതിന്റെ നാര് നന്നായിട്ട് എടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് വയറ്റിൽ ചെന്നാൽ അത്ര നന്നാവില്ല, പിന്നെ അത് കട്ട കുത്തി കിടക്കും. കണ്ടോ? ഈ നാര് മാറ്റണം. ഇത്രയും സാധനങ്ങളൊന്നും നമുക്ക് ചതച്ചെടുക്കണം കേട്ടോ. അത് ചട്ടി ചൂടായതിൻ്റെ അതിലേക്ക് ആവശ്യത്തിന് ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ട്, കടുക് ഇട്ട് കൊടുക്കാം. അതേ കടുക് പൊട്ടിയിട്ട് കേട്ടോ, അതിലേക്ക് കുറച്ച് അരി. ഞാൻ ഇഡ്ഡലി പൊന്നി എടുത്തേക്കണേ കേട്ടോ, ഏത് അരി ആയാലും കുഴപ്പമൊന്നുമില്ല. മുളക്, കറിവേപ്പില, ഇതൊക്കെ മൂത്തുണ്ട്. ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച ഉള്ളി, പച്ചമുളകും തേങ്ങയും മറ്റേ കറിവേപ്പിലയും കൂടി ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മളിത് കഴുകി ഊറ്റി വെച്ചേക്കണ കുടപ്പനും ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള നല്ല അടിപൊളി വാഴക്കൂമ്പ് തോരൻ ഇവിടെ റെഡിയായി കേട്ടോ. അപ്പോൾ വാഴക്കൂമ്പ് തോരൻ എല്ലാവരും കിട്ടുമ്പോൾ മസ്റ്റായിട്ടും അപ്പം കിട്ടുമ്പോൾ ഉണ്ടാക്കി കഴിക്കണം കേട്ടോ. എന്താ വെച്ചാൽ ക്യാൻസറൊക്കെ വരാതിരിക്കുക, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വാഴക്കൂമ്പ് വാഴപ്പിണ്ടിയൊക്കെ കഴിക്കണം എന്നാണ് എല്ലാവരും പറയുന്നത്, ഡോക്ടേഴ്സ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.